ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പവിത്ര നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുമായിട്ട് തിരുവചനത്തിൽ നിന്നും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ നൊയമ്പ് കാലയളവിൽ അനുതാപം, പുതുക്കൽ, പരിവർത്തനത്തിലേക്കുള്ള യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനം സ്വന്തം ജീവിതത്തിൽ ഏറ്റുകൊള്ളുവാൻ വിശ്വാസി സമൂഹം എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗീയ പിതാവേ, അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒത്തുകൂടുമ്പോൾ അങ്ങയുടെ വചനത്തിനായിട്ട് അടിയങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. ഈ നൊയമ്പ് കാലം ആഴത്തിലുള്ള ഞങ്ങളുടെ പുതുക്കത്തിൻ്റെ സമയമായി തീരണം. മാനസാന്തരത്തിനും അനുരഞ്ജനത്തിനും പരിവർത്തനത്തിലുമുള്ള അങ്ങയുടെ വിളി അടിയങ്ങൾ സ്വീകരിക്കും. യേശുവിൻ്റെ പവിത്ര നാമത്തിൽ തന്നെ ആമേൻ. നോമ്പ് കാലം ധ്യാനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ആത്മീയ പുതുക്കത്തിൻ്റെയും സമയമാണ്. ഇത് ദൈവവുമായുള്ള ആഴത്തുള്ള ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. നാം ഒരു പുതിയ സൃഷ്ടി ആയിത്തീരുന്നു. നാം ശ്രദ്ധിക്കേണ്ടതും ഓർക്കേണ്ടതുമായ കാര്യം, നോയമ്പ് കാലം ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തിനായിട്ട് പൂർണ്ണ ഇടം നൽകുക എന്നതാണ്. അങ്ങനെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുക, പാപത്തിൽ നിന്ന് പിന്തിരിയൽ, ആന്തരികമായ ദൈവീക ഹിതാനുസരണമുള്ള പൂർണ്ണമായ മാറ്റം, അതുവഴി ദൈവത്തിൻ്റെ കൃപയിലേക്കും സ്നേഹത്തിലേക്കും നാം തിരിയണം. ഒന്നാമതായി യേശുക്രിസ്തുവിൻ്റെ മാനസാന്തരത്തിലുള്ള ആഹ്വാനം നാം മത്തായി സുവിശേഷം 4:17 വായിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുക എന്നാണ്. നാം ഉൾക്കൊള്ളേണ്ടതും മാറ്റത്തിന് വിധേയമാക്കേണ്ടതും യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടായിരിക്കും. യേശുവിൻ്റെ ആദ്യ സന്ദേശം മാനസാന്തരത്തിൻ്റെതായി, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനം, അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വിളി. മാനസാന്തരം എന്നത് നമ്മുടെ പാപങ്ങൾ ഖേദം തോന്നുക മാത്രമല്ല, മാറ്റത്തിനുള്ള ബോധപൂർവമായ തീരുമാനമെടുക്കുകയാണ്. പഴയ മനുഷ്യനെ തള്ളി പുതിയതായി തീരുക. ഇത് എത്രമാത്രം സ്വജീവിതത്തിൽ പ്രായോഗികമായി തീരുന്നു എന്ന് നാം ഓരോരുത്തരും സ്വയമായി ചിന്തിക്കണം. നോയമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് രൂപാന്തരപ്പെടേണ്ടത്? നാം ഏതൊക്കെ മേഖലകളിലാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്? നോയമ്പ് കാലത്ത് പ്രാർത്ഥനയിലും തിരുവചന ധ്യാനത്തിലും സമയം ചെലവഴിക്കാൻ ഉത്സുകരായിത്തീരുന്നുണ്ടോ? ദൈവത്തിൻ്റെ രോഗശാന്തി സ്പർശം ശാരീരികവും മാനസികവുമായി ആവശ്യമുള്ള മേഖലകളിൽ, ജീവിത മേഖലകളിൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? രണ്ടാമതായിട്ട്, ഉപവാസം എപ്രകാരമായിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 6:16-18 വരെയുള്ള ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടി മുഖം കാണിക്കും. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കും. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഭൂമിയിലെ കാര്യങ്ങളെക്കാൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നമ്മുടെ ആഹാരം ദൈവ ഇഷ്ടം ചെയ്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നതായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4:34 പറയുന്നു: എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. പ്രാർത്ഥന എപ്രകാരമായിരിക്കണമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ദൈവവുമായുള്ള നമ്മുടെ ദൈനംദിന ബന്ധം കൂടുതൽ ആഴത്തിലാക്കുവാൻ ഉതകുന്നതാകണം പ്രാർത്ഥന. നമ്മുടെ ബലഹീനതകളിൽ, കഷ്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടിയും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി തീരുന്നതിനും വേണ്ടിയായിരിക്കണം പ്രാർത്ഥന. പത്രോസ് ലീഹ 1 പത്രോസ് 5:10 പറയുന്നത് ഇപ്രകാരമാണ്: എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലമെന്നേക്കും അവനുള്ളത്. ആമേൻ. നാം വിനയമുള്ളവരായി തീരണം. കർത്താവ് നമ്മെ കാട്ടിത്തന്നത് അതാണ്.
അത്യുന്നതൻ ദാസവേഷമെടുത്ത് അത് പ്രായോഗികമായി കാട്ടിത്തന്നു. മത്തായിയുടെ സുവിശേഷം 20:28 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. അതുപോലെ തന്നെ കർത്താവ് കാട്ടിത്തന്നു വിനയത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തം. യോഹന്നാന്റെ സുവിശേഷം 13:14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നു: കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകും. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കും. ലൂക്കോസ് സുവിശേഷം 18:14 ചുങ്കക്കാരന്റെയും പരീശന്റെയും ദൃഷ്ടാന്തത്തിലൂടെ വ്യക്തമാക്കി തന്നത് അതിപ്രകാരം പറഞ്ഞിരിക്കും: തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. സാധാരണ പറയാറുണ്ട്, വിനയം ബഹുമാനത്തിലേക്കും അംഗീകാരത്തിലേക്കും നയിക്കുന്നു. പക്ഷേ നിഗളം അഥവാ അഹങ്കാരം വീഴ്ചയ്ക്ക് മുമ്പ് വരുന്നു, അഥവാ പതനത്തിന് കാരണമായി തീരും. ആയതുപോലെ അർഹതപ്പെട്ടവർക്ക് ദാനധർമ്മം ചെയ്യുവാൻ ഉള്ള ഹൃദയവിശാലത ഉണ്ടായിരിക്കണം. കാരണം മറ്റുള്ളവരെ സേവിക്കുന്നത്, സഹായിക്കുന്നത് മാനസാന്തരത്തിന്റെ സ്വാഭാവികമായ ഒരു ഒഴുക്കാണ്. നാം എപ്രകാരം ദൈവത്തിന്റെ ക്ഷമയുടെ ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുമ്പോൾ ആവശ്യമുള്ളവരോട് നാം ദൈവത്തിന്റെ സ്നേഹം വ്യാപിപ്പിക്കുന്നു. നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ മടി കാട്ടരുത്. മൂന്നാമതായിട്ട് നാം യേശു ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുവാൻ വചനം പ്രബോധിപ്പിക്കുന്നു. കുരിശിലേക്കുള്ള ആ വഴി ലൂക്കോസ് സുവിശേഷം 9:23-24 വാക്യങ്ങളിൽ പറയുന്നു: എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. നോയമ്പുകാല യാത്ര എന്നത് യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ പിന്തുടരുക, അതായത് സ്വയം ത്യജിച്ച് ക്രൂശ് സ്വീകരിക്കുക എന്നിവയെക്കുറിച്ചാണെന്ന് യേശു നമുക്ക് കാണിച്ചു തരും. ഇത് എളുപ്പമുള്ള പാതയല്ല, മറിച്ച് അത് നിത്യജീവനിലേക്കുള്ള വഴിയാണ്. അത് ശാശ്വതമാണ്, പക്ഷെ കഠിനമേറിയതാണ്. മർക്കോസ് സുവിശേഷം 8:34 പറയുന്നു: ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ചതിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കുരിശ് എടുക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. അതിനായിട്ടുള്ള നമ്മുടെ പോരാട്ടങ്ങൾ, നമ്മുടെ ത്യാഗങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ ഒക്കെ നാം സഹിച്ചു മുന്നേറിയാൽ, നാം യേശുവിനെ വിശ്വസ്തയോടെ അനുഗമിച്ചാൽ, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നമുക്കും സന്തോഷപ്രദമായ പുനരുത്ഥാനം അനുഭവപ്പെടും, പ്രാപ്തമാകും. ഓർക്കുക, നമ്മെ നിന്ദിക്കുന്നവരും ദുഷിക്കുന്നവരും വഞ്ചിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ളവരോട് പ്രതികാരം ചെയ്യുന്നവർ ആയിട്ടല്ല ഒരു ക്രിസ്തീയ പൈതൽ തീരേണ്ടത്. പിന്നെയോ അവർക്കായി പ്രാർത്ഥിക്കുക. കാരണം അവർ സ്വയമായിട്ടല്ല, സാത്താന്റെ പ്രലോഭനത്താൽ അപ്രകാരം ചെയ്യുന്നു. അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിടുതൽ ഉണ്ടാകും. കർത്താവ് ക്രൂശിൽ വെച്ച് തന്നെ നിന്ദിച്ചവർക്കും പീഡിപ്പിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിച്ചത് നാം ഉൾക്കൊള്ളണം. ലൂക്കോസ് സുവിശേഷം 23:34 പറയുന്നു: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ സന്തോഷിച്ചു എന്ന തിരുവേദനത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 5:49 വായിക്കുന്നു: തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി. ആയതിനാൽ പ്രതികാര ഇച്ഛ ഇല്ലാത്തവരായിട്ട് സ്വയം താഴ്ത്തി യേശു ക്രിസ്തുവിനെ പോലെ, ശിഷ്യന്മാരെ പോലെ നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നാലാമതായിട്ട് പുതുക്കലിന്റെയും പുനരുത്ഥാനത്തിന്റെയും വാഗ്ദാനം ദൈവവചനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 11:25-26 വാക്കിൽ: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. നോയമ്പുകാലം യേശുവിന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും നമുക്ക് ആത്യന്തിക നവീകരണം വാഗ്ദാനം ചെയ്യപ്പെടുന്നു. ഈ നോയമ്പുകാലം ദുഃഖത്തെക്കുറിച്ചോ ത്യാഗത്തെക്കുറിച്ചോ മാത്രമല്ല, പ്രതീക്ഷയെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചുമാണ്. നോയമ്പുകാലത്തിലൂടെയുള്ള യാത്ര വിയർപ്പിന്റെ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അവിടെ നാം ക്രിസ്തുവിൽ നമുക്കുള്ള പുതിയ ജീവിതം യാഥാർത്ഥ്യമായി കാണും. മാനസാന്തരത്തിലൂടെയും പുതുക്കലിലൂടെയും നാം പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിലേക്ക് അടുക്കുകയാണെന്ന് എപ്പോഴും ഓർക്കുക. 1 പത്രോസ് 4:13-14 വാക്യത്തിൽ അത് വ്യക്തമാക്കിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു വീഴുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടവരും.
ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. എത്ര അനുഗ്രഹകരമായ വാക്കാണ്. നമ്മുടെ നൊയമ്പുകാല യാത്ര തുടരുമ്പോൾ ഈ കാലം ആഴമേറിയ പരിവർത്തനത്തിലേക്കുള്ള ഒരു ക്ഷണമാണെന്ന് നമുക്ക് ഓർമ്മിക്കാം. മാനസാന്തരം, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവ നമ്മെ ദൈവവുമായി കൂടുതൽ അടുത്ത് നടക്കുന്നതിനെ നയിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അവയിൽ സ്വയം സമർപ്പിക്കാം. ഈ നൊയമ്പുകാലം ബാഹ്യമായ മാറ്റമല്ല, ആന്തരികമായ പുതുക്കമുള്ളവരായി തീരുക എന്നതാണ് ആവശ്യം. എഫേസ്യർ 4:22-24 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, മുമ്പലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വചനം മാറ്റത്തിന്റെ അനുഭവമായി തീരട്ടെ. സ്വയം ചിന്തപ്പെട്ട് തൻ്റെ ജീവിതം ഒരു നല്ല വഴിയിലേക്ക് നയിക്കുവാനിടയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നൊയമ്പ് കാലത്തിൻ്റെ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആന്തരികമായ മാനസാന്തരത്തിനും പരിവർത്തനത്തിനുമുള്ള ആഹ്വാനം സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിനെ പോലെ പുനരുത്ഥാന വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് ഞങ്ങളെ തന്നെ സ്വയം ത്യജിച്ച് ക്രൂശെടുക്കുവാൻ യോഗ്യതയുള്ളവരാക്കി തീർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പവിത്ര നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.